ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ വീക്കെൻഡായിട്ട് എവിടെ പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമ്മൾ റാസൽ കീമയിലുള്ള കുറച്ച് പ്ലേസസ് ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ കുറേ ബീച്ചുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് ഈ ഒരു RAK ബീച്ച് കണ്ടത്. അവിടെയാണെങ്കിൽ നമ്മൾ ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കാനുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും പിന്നെ കുഞ്ഞി കുഞ്ഞി ഹട്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തണലത്ത് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഫുഡ് കൊടുന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, വർത്താനം പറഞ്ഞിരുന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഭയങ്കര ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഫിഷിങ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നടക്കുമ്പോൾ തൊട്ടിട്ട് ആ ഒരു അറ്റം തൊട്ട് അടുത്ത അറ്റം ഭാഗം വരെയും ഇടയിലിടയിൽ ഇങ്ങനെ ആൾക്കാർ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറേ പേര് മാറി നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ആർക്കും മീനൊന്നും കിട്ടിയിട്ട് കാണുന്നില്ല. എല്ലാവരുടെയും കവറും പാത്രമൊക്കെ കാലിയായിട്ടാണ് ഇരിക്കണത്. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ ഫിഷിങ് ചെയ്യണ ഒരു സ്പോട്ടാണോ എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കി ആർക്കെങ്കിലും കിട്ടുമോ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ആർക്കും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. ഈ ഒരു ബീച്ചിൽ നിന്നുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ. ബാക്കിൽ ഫുൾ മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതും ഇപ്പോൾ വിൻ്റർ അല്ലേ, അപ്പം മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ നെറ്റ് കെട്ടലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവർ. പിന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഈ ബീച്ചിൻ്റെ തന്നെ 1-2 ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഫുൾ കല്ലുകൾ ഇട്ടിട്ട് നമുക്ക് ആ അറ്റം വരെ നടക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഭാഗം കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ പോവാന്ന് വിചാരിച്ച് ദൂരെ നിന്ന് കണ്ടപ്പം. പിന്നെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് കുറച്ച് റിസ്ക്കാന്ന് തോന്നിയത്. ഒന്നാമത് റുവ ബേബിനൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോകണം. പിന്നെ നമ്മൾ നടന്നു പോയതിന് ഇനി എന്തെങ്കിലും പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇക്കുൻ്റെ കുറച്ച് വീഡിയോഗ്രാഫി സ്കിൽസ് കാണാം കേട്ടോ. നല്ല അടിപൊളി വീഡിയോസും ഷോർട്സൊക്കെ എടുത്തരാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽ ആഡ് ആക്കിക്കണ്ട. റുവ പൂച്ചക്ക് ബായ് പറഞ്ഞോ. നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാനുണ്ടാവും റുവാക്ക് പൂച്ചകൾ എത്ര ഇഷ്ടമാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പൂച്ചനെ കണ്ടിട്ട്. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് പൂച്ചനെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ പൂച്ചയാണെങ്കിൽ ഞങ്ങളെ പിന്നാലെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കുഞ്ഞി കുഞ്ഞി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഓരോ ചായയും അതേപോലെ തന്നെ ദഹി പൂരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു കേട്ടോ അവിടെ ഇരുന്നിട്ട്. റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ പോണ വഴിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു കടയിൽ കയറിയിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീടെത്തിയത്. പിന്നെ നൈറ്റ് ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തലാബാത്തിൽ നിന്നാണ് ഫുഡ് ഓർഡർ ആക്കിയത്. അപ്പോൾ ടെക്സാസ് ചിക്കനാണ്. അപ്പോൾ അതിലത്തെ നമ്മൾ 4 പീസ് ഫ്രൈഡ് ചിക്കൻ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, സ്പ്രൈറ്റൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു കോംബോയും പിന്നെ ലോഡഡ് ഫ്രൈസും ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ എക്സ്പെക്റ്റേഷനിൽ ഓർഡർ ആക്കിയ ഐറ്റംസ് ആണ് ഇതൊക്കെ. കാരണം ടെക്സാസിൽ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ചിക്കനൊക്കെ അടിപൊളിയായിരിക്കും വിചാരിച്ച്. അതേപോലെ തന്നെ ലോഡഡ് ഫ്രൈസിൻ്റെ ഫോട്ടോ അതിൽ കണ്ടപ്പം എന്താ പറയുക, ഫുൾ നല്ല ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ വലിയ വലിയ പീസസ് മുകളിലൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നമ്മൾ ഇതുവരെ കഴിക്കാത്ത പോലത്തെ ഇഡിലൻ സാധനമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയതാണ്. സംഭവം കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ലോഡഡ് ഫ്രൈസൊക്കെ അതിൽ കണ്ട പോലെ ആയിരുന്നില്ല. ഇനി കഴിക്കാൻ അടിപൊളിയായാൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ചിക്കനായാലും ഫ്രൈഡ് ചിക്കനൊന്നും അങ്ങനെ വലിയ ഫ്ലേവറൊന്നും ഇല്ലാത്ത പോലെ കേട്ടോ. അതേപോലെ തന്നെ ലോഡഡ് ഫ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോക്കലായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് അതിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആ ഒരു ലോഡഡ് ഫ്രൈസിനായാലും ഒരു സോസി മയണൈസിൻ്റെ ഒന്നും ഒരു ഫ്ലേവറോ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിവേസ് എന്താ, ഇനി നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിക്കില്ല എന്നൊക്കെ. അപ്പോൾ ടെക്സാസ് ചിക്കൻ്റെ ഫാൻസ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ബീച്ച് ഡേ ഔട്ട് വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ.